വലിയ പ്രതീക്ഷയോടെയാണ് സ്വരാജ് ഇവിടെ വന്ന് മത്സരിക്കുന്നത് അല്ലേ? ഇവിടെ വന്നല്ല, ഈ നാട്ടുകാരനാ. ഈ നാട്ടുകാർ ഇവിടെ ഈ നാട്ടുകാരനാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടുകാരൻ എന്നുള്ള ലെവലിൽ സ്വരാജിന്റെ പ്രവർത്തികളോട് ഉണ്ടായിട്ടുണ്ടോ? എനിക്കത് അറിയേണ്ടതുണ്ട്. രണ്ടാമത്, സ്വരാജ് ശരിക്കും ഇവിടെ വീണ്ടും തോൽക്കാൻ സാധ്യതയുണ്ടോ? സ്വരാജ് ഈ നാട്ടുകാരനാണ്, പക്ഷെ ഈ നാട്ടുകാർക്ക് അറിയില്ല. അതറിയില്ല എന്ന് എല്ലാവർക്കും അറിയില്ല എന്നല്ല, കാരണം നാട്ടുകാരെന്നുള്ളവർക്ക് ഒരു പൊതുപ്രവർത്തനം ഇവിടെ അല്ല. പക്ഷേ സ്റ്റേറ്റ് ലെവലിലും അറിയപ്പെടുന്ന പ്രവർത്തകനാണ്, സംസാരത്തിലും മാന്യനുമാണ്. പക്ഷേ ഇവിടെ UDF ശക്തമായ കേന്ദ്രം. പിന്നെ വേറെ കാര്യം, 2 പ്രാവശ്യം LDF വെച്ചു. ചക്ക മുറിച്ച മാതിരിയാണ് അന്ന് കോൺഗ്രസ് വളർന്നു നിൽക്കുക. ഒരു വർഷം പ്രകാശിൻ്റെ കൂടെ, ഒരു വർഷം സൗഖ്യത്തിൻ്റെ കൂടെ. അത് ഒരു വർഷം പിന്നെ ഒരു പ്രാവശ്യം സൗഖ്യത്തിനെ തോൽപ്പിച്ചു, അടുത്ത ടീം തിരിച്ചും മറിച്ചും ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഈ ചക്ക മുറിച്ച മാതിരി രണ്ടായിട്ട് അന്ന് കോൺഗ്രസ് UDF നിന്ന്. അതായത് സ്വരാജിന് മോശമല്ല, അതിശക്തമായ മണ്ഡലമാണ് UDF ആണ്. തീർച്ചയായും ചക്ക മുറിച്ച പോലെ നിന്നു എന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷയം എടുത്തിടേണ്ടതുണ്ട്. മുസ്ലിം ലീഗിനെതിരെ, അതായത് പാണക്കാട് തങ്ങൾ കുടുംബത്തിനെതിരെ വലിയ രീതിയിലേക്ക് ആക്ഷേപം നടത്തിയ ഒരു വ്യക്തിയാണ് ഷൗക്കത്ത്. ആ ഒരു പാണക്കാട് വരെ റെയ്ഡ് ചെയ്യണം എന്ന് പറയുന്ന രീതിയിലേക്ക് കുറച്ച് മുസ്ലിം ലീഗിന്റെ ആളുകൾ മാറി നിൽക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദ്യം. അതിൽ പറഞ്ഞത് മുസ്ലിം ലീഗ് രാഷ്ട്രീയം എങ്ങനെയാണ്? കോൺഗ്രസ് രാഷ്ട്രീയം മലപ്പുറം ജില്ലയില് ആര്യാടന്റെ വളർച്ച മുസ്ലിം ലീഗിനെ എതിർത്താലേ ഉള്ളൂ. അത് രാഷ്ട്രീയമായിട്ട് കാണാനുള്ളൊരു മെന്റാലിറ്റി ഇവിടുത്തെ മുസ്ലിം ലീഗുകാർക്കുണ്ട്. ഇലക്ഷന് മുന്നേ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഫൈറ്റാറാണൊക്കെ വെച്ചാൽ കോൺഗ്രസ് ലീഗാണ്. ഇലക്ഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കാര്യമാണ് വേണ്ടി പ്രവർത്തിക്കൽ ഇവിടുത്തെ ലീഗുകാർ, മുസ്ലിം ലീഗുകാർ. അപ്പോൾ ഈ മുൻപ് പറഞ്ഞൊക്കെ മായ്ച്ചു. അത് പ്രശ്നമല്ല, അത് രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് മുസ്ലിം ലീഗുകാർക്കുണ്ട്, അതിൻ്റെ അണികൾക്കുണ്ട്. കാരണം ആര്യാടനത് പറഞ്ഞിട്ട് 6 പ്രാവശ്യമെങ്കിലും ആര്യാടൻ ഒന്ന് ജയിച്ചു പോയി. തിരിച്ച് പിന്നെ പാകിസ്ഥാൻകാരനാണ് സുലൈമാൻ സോട്ടുവിനെ പറഞ്ഞ കാലത്ത് തിരിച്ച ആര്യാടൻ നമ്രൂദാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ആര്യാടന പിന്നെ സുലൈമാൻ സോട്ടുവിന് വേണ്ടി വർക്ക് ചെയ്യൽ പ്രവർത്തിക്കലും ആര്യാടനാണ്. അത് തിരിച്ച് സുലൈമാൻ സോട്ടും അങ്ങനെ തുടർന്ന് പോരുന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏത് ഇലക്ഷൻ നടന്നാലും ഇലക്ഷന് മുമ്പ് ഭയങ്കര ഫൈറ്റായിരിക്കും. ഇലക്ഷനിൽ 2 പാർട്ടികളും, ചില അണികളൊക്കെ അത് എന്നും കോൺഗ്രസിലെ പ്രശ്നമാണല്ലേ കുറിച്ച, അത് വേറെ പ്രശ്നം താൻ എന്നും ഇത്രയൊക്കെ കോൺഗ്രസ് ലീഗിന് പാരുമെന്ന് പറഞ്ഞാലും സുലൈമാൻ സേട്ടൂനായിരുന്നു ഏറ്റവും കൂടുതൽ ലീഡ്. 2000-3000 വോട്ട് ആര്യാടന് കിട്ടണക്കായാലും കൂടുതൽ സുലൈമാൻ സേട്ടൂന്. അത് വ്യക്തിപരമായ വോട്ടാണ്, ചരിത്രം. അപ്പൊ എന്താ പറഞ്ഞത്, അന്നേ സുലൈമാൻ സേട്ട് പാകിസ്ഥാൻ ചാരനാന്നും പറഞ്ഞിട്ടുണ്ട്, പാണക്കാട് തങ്ങള് ആത്മീയ നേതാവ് അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇലക്ഷൻ വരുമ്പോൾ അതാരും കണക്കിലെടുക്കില്ല.